തൊഴിലാളി ജനവിരുദ്ധ നയങ്ങൾ പിന്തുടരുന്ന കേന്ദ്ര സർക്കാർ സമീപനത്തിനെതിരെ 10 ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക പണിമുടക്ക് പുരോഗമിക്കുകയാണ്. ദില്ലിയിൽ നിന്നും ഹരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഹരീഷ്, ദില്ലിയിൽ എങ്ങനെയാണ് പണിമുടക്ക് പുരോഗമിക്കുന്നത്? അനുശ്രീ, ദില്ലിയിൽ പല മേഖലകളിൽ ഇന്ന് എന്തായാലും ജീവനക്കാർ പണിക്കെത്തില്ല എന്ന് ആദ്യമേ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അതിന്റെ നടപടിക്രമങ്ങൾ ഇന്ന് രാവിലെയോട് കൂടി തന്നെ ആരംഭിക്കും. 10 മണിയോട് കൂടി തന്നെയുള്ള പല മേഖലയിലും ജോലിക്ക് എത്തുന്നവർ തന്നെ ആരും ജോലിക്ക് എത്തില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ തണുപ്പ് അതിശൈത്യം മൂലം കാരണം രാവിലെ 11 മണിക്ക് ശേഷം മാത്രമാണ് പല സ്ഥലങ്ങളിലും കടകൾ തുറക്കാറും മറ്റു നടപടിക്രമങ്ങളും ആരംഭിക്കാറ്. നിലവിൽ എന്തായാലും ശക്തമായ പ്രതിഷേധം ദില്ലിയിൽ നടക്കാൻ പോകുന്ന നാളെയാണ്. നാളെ പല പരിപാടികളും വ്യത്യസ്തപരമായ പ്രതിഷേധ പ്രകടനം അടക്കമുള്ള പല പരിപാടികളും വ്യത്യസ്ത സംഘടനകളും തീരുമാനിച്ചിട്ടുണ്ട്. 1991 ശേഷമുള്ള രണ്ടാമത്തെ ദ്വിദിന പണിമുടക്കിലാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. അർദ്ധരാത്രിയോട് കൂടി തന്നെ പണിമുടക്ക് ആരംഭിച്ചു. 2 ദിവസം നാളെ അർദ്ധരാത്രിയോട് കൂടി തന്നെ പണിമുടക്ക് അവസാനിക്കും. പ്രധാനമായും 12 ആവശ്യങ്ങളാണ് ഈ പറയുന്ന പണിമുടക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ എല്ലാ തൊഴിലാളികൾക്കും സാമൂഹികമായ സുരക്ഷ ഉറപ്പുവരുത്തുക, മിനിമം വേതനം 18,000 രൂപയാക്കി ഉയർത്തുക, അതുപോലെ തന്നെ പെൻഷൻ തുക 3,000 രൂപയാക്കുക, പ്രതിരോധ മേഖലയിലുള്ള സ്വകാര്യവൽക്കരണം കേന്ദ്ര സർക്കാർ അവസാനിപ്പിക്കുക, റെയിൽവേ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങി 12ഓളം ആവശ്യങ്ങൾ പ്രധാനമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. രാജ്യത്തുള്ള എല്ലാ തൊഴിലാളികളും, അതായത് 20 കോടി ജനങ്ങളാണ് ഇന്നത്തെ തൊഴിലാളി സമരത്തിൽ പണിമുടക്കിൽ പങ്കെടുത്ത് രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം ഈ സമരത്തിൽ ആഹ്വാനം ചെയ്ത 4 മാസങ്ങൾക്ക് മുമ്പാണെങ്കിലും പക്ഷേ ഈ സമരത്തിന് പ്രത്യേകിച്ചുള്ള ഒരു നേതൃത്വത്തിന്റെ ആവശ്യമില്ല. കാരണം ഇത് തൊഴിലാളികളുടെ വിഷയം തന്നെയാണ്. കാരണം ഈ വിഷയം രാജ്യത്തുള്ള പല ജനങ്ങൾക്കും ഇന്ന് തൊഴിലില്ലായ്മ എന്ന വിഷയം ഉണ്ടായിരിക്കുന്നു. അതുപോലെ തൊഴിൽ ചെയ്യാനുള്ള അവസരം ലഭ്യത ഇല്ല, തൊഴിൽ ചെയ്യാനുള്ള ഒരു സാമൂഹികമായ സുരക്ഷയില്ല എന്നിങ്ങനെ പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നു. എല്ലാ മേഖലയും കൂപ്പുകുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കാരണം ഇതിലെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും കുറച്ചു മുന്നേ വന്ന ദിവസങ്ങളിൽ വന്ന സർവേ ഫലങ്ങളെല്ലാം തന്നെ വ്യക്തമായി തന്നെ പറയുന്നു. നിലവിൽ GSTയും അതുപോലെ തന്നെ നോട്ട് നിരോധനം ഈ പറയുന്ന എല്ലാ മേഖലയും ആകെ ആടിയുലച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം ഒരു മറിഞ്ഞിരിക്കുന്ന എല്ലാം തകിടം, സാമ്പത്തിക ഭദ്രത, ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രത പൂർണ്ണമായി തന്നെ തകിടം മറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പല സർവേകളും വ്യക്തമാക്കിയിരിക്കുന്നു. നിരവധി 20 കോടിയിലേറെ ജനങ്ങളാണ് ഇന്നത്തെ പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിൽപ്പെട്ട മോട്ടോർ വാഹനവുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന എല്ലാ ജീവനക്കാരും വ്യക്തമാക്കിയിരിക്കുന്നു, ഞങ്ങൾ ഈ സമരത്തെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, ഞങ്ങളുടെ സംഘടന എല്ലാ തരത്തിലുമുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ നിലവിൽ ഈ പറയുന്ന ഡീസൽ സെസ് മുഖാന്തരം 4.5 വർഷം കൊണ്ട് മോദി സർക്കാർ നേടിയിരിക്കുന്നത് 12 ലക്ഷം കോടി രൂപയാണ്. പക്ഷെ ആ 12 ലക്ഷം കോടി രൂപ നേടിയിട്ടും ഇപ്പോഴും പല റോഡുകളുടെയും നിർമ്മാണവും മറ്റു പ്രവർത്തനങ്ങളെല്ലാം തന്നെ സ്വകാര്യ കമ്പനികൾക്ക് നൽകുന്നു. ആ സ്വകാര്യ കമ്പനികൾ ഇപ്പോഴും ആ സ്ഥലത്ത് നിന്ന് ടോൾ പിരിവ് നടത്തുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇത്രയും 12 ലക്ഷം കോടി രൂപ കിട്ടിയിട്ടും ഈ ഒരു ടേൺ ഓവർ സർക്കാരിന് ഉണ്ടായിട്ടും എന്തടിസ്ഥാനത്തിലാണ് സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കുന്നത്, എന്തടിസ്ഥാനത്തിലാണ് ഇപ്പോഴും പിരിവ് നടത്തുന്നത്, ടോൾ പിരിവ് നടത്തുന്നത് എന്നിങ്ങനെ പ്രധാനപ്പെട്ട പല ചോദ്യങ്ങളും വാഹന മേഖലയുമായി തന്നെ ഉപജീവനം നടത്തുന്ന പല വ്യക്തികളും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാഹന മേഖലയുള്ള എല്ലാവരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. അതിനു പുറമെ ബാങ്കിംഗ് മേഖലയായാലും അതുപോലെ തന്നെ അധ്യാപക മേഖല, കർഷക മേഖല, കർഷക തൊഴിലാളി മേഖല എന്നിങ്ങനെ അതിൽ തന്നെ സംഘടിതവും അസംഘടിതമായ മേഖല എല്ലാ തരത്തിലുമുള്ള തൊഴിലാളികൾ സജീവമായി രംഗത്ത് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ശക്തമായി തന്നെ ഒരു പ്രതിരോധമാണ് എന്തായാലും കേന്ദ്ര സർക്കാർ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ബാങ്കിംഗ് മേഖല ഉള്ള ജീവനക്കാർ തന്നെ തൊഴിൽ മുടക്കുന്നതോടുകൂടി തന്നെ ബാങ്കിംഗ് മേഖല പൂർണ്ണമായി തന്നെ സ്റ്റക്ക് ആവുന്ന സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ റെയിൽവേ മേഖലയിലുള്ള എല്ലാ ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ വിധത്തിലുമുള്ള ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാം രംഗത്തെത്തിയോടുകൂടി തന്നെ നിലവിൽ ഒരു പ്രത്യേകിച്ച് ആഹ്വാനമില്ലെങ്കിലും ഒരാളോട് പറഞ്ഞു ചെയ്യിപ്പിക്കേണ്ട സാഹചര്യമില്ല. കാരണം ഇത് സാധാരണ ജനങ്ങളുടെ വിഷയമാണ്, സാധാരണ തൊഴിലാളികളുടെ പ്രശ്നമാണെന്നുള്ളത് എല്ലാവർക്കും തന്നെ വ്യക്തമായ ബോധ്യമുണ്ട്. നിലവിൽ തന്നെ എല്ലാം സാധാരണ പണിമുടക്കിൽ ഉണ്ടാവും പോലെ തന്നെ നിലവിലേക്ക് നിർബന്ധപൂർവ്വം കടകൾ അടപ്പിക്കുക, അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം പണിയിൽ നിന്ന് വരാതിരിക്കാൻ വേണ്ടി തടസ്സങ്ങൾ സൃഷ്ടിക്കുക എന്നിങ്ങനെ വാഹനങ്ങൾ തടയുന്ന ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല എന്നതിന്റെ അധികൃതർ തന്നെ നേരത്തെ, അല്ലെങ്കിൽ ഇതിന്റെ ഭാരവാഹികൾ തന്നെ ആദ്യമേ അറിയിച്ചിട്ടുണ്ട്. കാരണം എന്തായാലും ഇത് തൊഴിലാളികളുടെ വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നിർബന്ധപൂർവ്വം ഒരു നടപടി സ്വീകരിക്കാതെ തന്നെ 20 കോടിയിലേറെ ഇന്ത്യൻ ജനങ്ങൾ സജീവമായി രംഗത്ത് വരുന്നത്. കഴിഞ്ഞ ദിവസം വന്ന സെന്റർ ഫോർ മോണിറ്ററിംഗ് ഓഫ് ഇന്ത്യൻ എക്കോണമി എന്ന സർവേ ഫലങ്ങൾ വ്യക്തമായി തന്നെ പറയുന്നു, രാജ്യത്ത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 2017 ഡിസംബർ മുതൽ 2018 ഡിസംബർ വരെ 1,10,00,000 ജനങ്ങൾക്ക് തൊഴിലില്ലാതായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പ്രധാനമായി തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നത് രാജ്യത്ത് ഒരു വർഷം 2 കോടി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ എത്ര തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയെന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് പോലും ഉത്തരമില്ലാതെ അദ്ദേഹം പോലും വേർക്കുന്ന സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത്. അതിന്റെ ഒരു ഉത്തമ സർവേ ഫലങ്ങൾ കൂടി വന്നിരിക്കുന്നു. കാരണം
ഒരു വർഷത്തെ 2017 ഡിസംബർ മുതൽ 2018 ഡിസംബർ വരെ ഒരൊറ്റ വർഷം കൊണ്ട് 1,10,00,000 പേർക്ക് തൊഴിലില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നത്. കാരണം അവർ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്ത് ഉപജീവനം നടത്തിക്കൊണ്ട് കുടുംബം പുലർത്തുന്നവരായിരുന്നു. അവർക്ക് പോലും ജോലി ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവുന്നു. അത്രയും പേരുടെ, അതായത് സ്മോൾ സെക്ടർ സ്കെയിൽ, മൈക്രോ സ്കെയിൽ എന്നിങ്ങനെ പല വിഭാഗങ്ങളും തന്നെ രാജ്യത്ത് ഇല്ലാതായിരിക്കുന്നു. ആ അങ്ങനെ ഉണ്ടാവാനുണ്ടായ കാരണം എന്ന് പറയുന്നത് GST അതുപോലെ നോട്ട് നിരോധനമാണ് തന്നെ വ്യക്തമായി തന്നെ പല സർവേ ഫലങ്ങളും പറയുന്നു. കേരളത്തിലെ ധനകാര്യമന്ത്രി തോമസ് ഐസക് അന്ന് മുതൽ നോട്ട് നിരോധിച്ച അന്ന് മുതൽ തന്നെ അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഈ നിരോധിച്ചത് കൂടി തന്നെ ഇന്ത്യ രാജ്യത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാവും, തൊഴിൽ മേഖല ആകെ സ്റ്റെക്കാവും, അല്ലെങ്കിൽ ആകെ ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രത താറുമാറാവുന്ന അദ്ദേഹം തന്നെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് ഈ സുരേന്ദ്രൻ അടക്കമുള്ള BJP നേതാക്കൾ പലതരത്തിലും 3 ലക്ഷം കോടി രൂപ തിരിച്ചു വരും, അതെല്ലാവർക്കും വിതരണം ചെയ്യും എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞ് തന്നെ ജനങ്ങളെ ശ്രദ്ധ മാറ്റിയിരുന്നു. പക്ഷെ എന്തായാലും എല്ലാ തുക 99% തുക നോട്ട് നിരോധിച്ചെങ്കിലും ആ തുക റിസർവ് ബാങ്കിലേക്ക് തിരിച്ചു വന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അത് എല്ലാം തന്നെ നോട്ടു നിരോധനം പൂർണ്ണമായി തന്നെ പരാജയമാണെന്ന് ആ കണക്കുകൾ, റിസർവ് ബാങ്കിന്റെ കണക്കുകൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന കണക്കുകൾ വ്യക്തമാക്കിയിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ ഈ പറയുന്ന സെന്റർ ഫോർ മോണിറ്ററിംഗ് ഓഫ് ഇന്ത്യൻ എക്കോണമിയുടെ സർവേ ഫലങ്ങൾ കൂടി പറയുന്നത്. ഈ നേരത്തെ പറഞ്ഞ കണക്കുകൾ പ്രകാരം 1,10,00,000 പേർക്ക് തൊഴിൽ നഷ്ടമായതിൽ തന്നെ അതിൽ 65 ലക്ഷം പേര് സ്ത്രീകളാണ്. ആ 65 ലക്ഷം സ്ത്രീകളിൽ തന്നെ ഏറ്റവും ഭൂരിപക്ഷവും അതിൽ തൊഴിൽ നഷ്ടപ്പെട്ടവർ ഉള്ളത് ഗ്രാമീണ മേഖലയാണ്. ആ ഗ്രാമീണ മേഖലയിൽ തന്നെ ചെറുകിട വ്യാപാരികൾ, കർഷക തൊഴിലാളികൾ എന്നിങ്ങനെയുള്ള നാനാവിധ ചെറിയ മൈക്രോ ഫിനാൻസ് സെക്ടറിലുള്ള എല്ലാവർക്കും തന്നെ ജോലി നഷ്ടമായിരിക്കുന്നു. അവർക്കൊന്നും ഉപജീവനം മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പണിമുടക്ക്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പണിമുടക്ക് ജനങ്ങളുടെ ആവശ്യമാണ്. ജനങ്ങൾ തെരുവിലിറങ്ങിയേ മതിയാവൂ എന്നൊരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയപരമായ കാര്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധ സംഘടനകൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. നാനാ വിഭാഗത്തിലുള്ള മോട്ടോർ വിഭാഗത്തിൽപ്പെട്ടതായാലും അധ്യാപക സംഘടനകളായാലും മറ്റു സംഘടനകളായാലും ഇന്ത്യയിലെ നാനാ ദിക്കിലുള്ള പല വ്യക്തികളും പല സംഘടനകളും ഈ പറഞ്ഞ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ദില്ലിയിൽ ശക്തമായ പ്രതിരോധം, ശക്തമായ പോരാട്ടം നടക്കാൻ പോകുന്ന നാളെയാണ്. കാരണം നാളെ പല പ്രോഗ്രാമുകളും പല പ്രതിഷേധ പരിപാടികളും പ്രതിഷേധ മാർച്ചുകളും എല്ലാം തന്നെ നടത്താൻ വേണ്ടി പല സംഘടനകളും തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ കിസാൻ സഭയടക്കം ഇതിലെ വിഷയത്തിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. കിസാൻ സഭ ഇന്ന് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഗ്രാമങ്ങളിലെല്ലാം തന്നെ ഗ്രാമീണ ബന്ദ് ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം കർഷക ആത്മഹത്യയുടെ കണക്കുകളൊന്നും തന്നെ കേന്ദ്ര സർക്കാരിന്റെ പക്കലില്ല, അല്ലെങ്കിൽ നോട്ട് നിരോധനം മൂലമുണ്ടായ പ്രത്യാഘാതങ്ങളുടെ കണക്കുകളൊന്നും തന്നെ സർക്കാരിന്റെ പക്കലില്ല. അങ്ങനെ വ്യത്യസ്തമായി തന്നെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയെ ഇല്ലാതാക്കിക്കൊണ്ട് തന്നെ ഒരു കണക്കുകളും ഇല്ലാതെ ഇപ്പോൾ അലയുന്ന സാഹചര്യമാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖല കുത്തഴിഞ്ഞിരിക്കുന്നു, പല മേഖലകളും കുത്തഴിഞ്ഞിരിക്കുന്നു, ബാങ്കിങ് മേഖല തകർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് തൊഴിലാളികളുടെ വിഷയമാണ്, സാധാരണ ജീവനക്കാരുടെ വിഷയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സജീവമായി തന്നെ ഈ പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് ആദ്യമേ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ സപ്തനദികൾ എന്നറിയപ്പെടുന്ന അസം, ത്രിപുര അടക്കമുള്ള ആ 7 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പല സംഘടനകളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാവരും സമരത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ ദിവസം തന്നെ കർണാടക ബാംഗ്ലൂരിൽ തന്നെ ഒരു പ്രൊട്ടസ്റ്റ് സംഘടിപ്പിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാവുന്നു. കാരണം ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലില്ലായ്മ നയങ്ങൾ, തൊഴിലില്ലാത്ത നയങ്ങൾ, കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ എന്നിങ്ങനെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അതിൽ തന്നെ 12ഓളം പ്രധാനപ്പെട്ട ഒരു സാധാരണ മനുഷ്യന് ജീവിക്കാൻ വേണ്ട 12ഓളം ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഇന്നത്തെ പണിമുടക്ക് നടക്കുന്നത്. ദില്ലിയിൽ പണിമുടക്ക് ഇന്ന് രാത്രിയോട് കൂടി തന്നെ ആരംഭിച്ചിരിക്കുന്നു. എന്തായാലും സജീവമായി തന്നെ പ്രതിഷേധ പരിപാടികളും മറ്റു കാര്യങ്ങളും സംഘടിപ്പിക്കുന്നത് നാളെയാണ്. അനുശ്രീ, ഹരീഷാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ തലസ്ഥാനത്ത് നിന്നും റീനു കൂടി ചേരുന്നുണ്ട്. റീനു, തലസ്ഥാനത്ത് പണിമുടക്കിന്റെ ആദ്യ മണിക്കൂറുകൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഗതാഗത സംവിധാനങ്ങൾ എങ്ങനെയാണ്? ഒപ്പം റെയിൽവേ സ്റ്റേഷൻ പിക്കറ്റിംഗ് ഉണ്ടാവുന്ന നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടി വിവരങ്ങൾ. അനുശ്രീ, ഇപ്പോഴും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ പണിമുടക്കുന്നവർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തീർക്കുകയാണ്. 5 മണിക്ക് തന്നെ ട്രെയിൻ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ട്രെയിൻ തടഞ്ഞുകൊണ്ടാണ് പണിമുടക്കിന്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി 12 മണിയോടുകൂടി തന്നെ നടന്നെങ്കിൽ പോലും ഇന്ന് ആണ് അത് അക്ഷരാർത്ഥത്തിൽ പ്രാബല്യത്തിൽ വന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കേന്ദ്ര തൊഴിലാളി നയത്തിനെതിരെ ഉയരുന്നു എന്നുള്ളതിനുള്ള ഒരു തെളിവ് തന്നെയാണ് നമുക്ക് തെക്കൻ കേരളത്തിൽ നിന്ന് പറയാൻ കഴിയുന്നത്. കൊല്ലത്തും പത്തനംതിട്ടയിലും ഒക്കെ തന്നെ വലിയ രീതിയിൽ പണിമുടക്ക് ബാധിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഓട്ടോകളോ മറ്റ് ടാക്സികളോ അല്ലെങ്കിൽ ബസ്സുകളോ പ്രൈവറ്റ് ബസ്സുകളോ ഒന്നും തന്നെ നിരത്തിൽ ഇറങ്ങിയില്ല എന്നുള്ളതാണ്. വലിയ പണിമുടക്ക് വലിയൊരു ഹർത്താലായി മാറുന്ന ഒരു ഹർത്താലിന്റെ പ്രതീതി ഉളവാക്കുന്നുണ്ട് എന്നുള്ള അത്ര വലിയൊരു പ്രതിഷേധമാണ് സംസ്ഥാനത്ത് ഉയർന്നു വരുന്നത് എന്നുള്ളതാണ്. അതായത് 12 ആവശ്യങ്ങളാണ് ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നത്. 10ഓളം ട്രേഡ് യൂണിയനുകളാണ് BMS ഒഴികെയുള്ള
ട്രേഡ് യൂണിയനുകളാണ് പണിമുടക്കുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ദിവസങ്ങൾക്ക് മുമ്പേ ആഹ്വാനം ചെയ്തൊരു പണിമുടക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാ തൊഴിലാളി വർഗത്തിൽപ്പെട്ട എല്ലാവരും തന്നെ ഇതിനോട് വലിയ രീതിയിൽ ആവേശപൂർവ്വമായി തന്നെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. KSRTCയിൽ തന്നെ ആരും തന്നെ ബസ് എടുക്കാൻ വേണ്ടി എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഒപ്പം മറ്റ് കടകമ്പോളങ്ങളായാൽ പോലും രാവിലെ 7 മണിയാകുമ്പോഴേക്കും തുറക്കേണ്ട കമ്പോളങ്ങളൊന്നും തന്നെ ഇതുവരെയും തുറന്നിട്ടില്ല എന്നുള്ളതാണ്. കട തുറന്നാൽ അവർ അടക്കില്ല, നിർബന്ധിച്ച് ആരെയും ബുദ്ധിമുട്ടിക്കില്ല എന്നുള്ളത് തന്നെ കഴിഞ്ഞ ദിവസം CITUവിന്റെ ജനറൽ സെക്രട്ടറി, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളമൻ കരീം ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്നലെ CPMന്റെ സംസ്ഥാന നേതാവായ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. ഇത് ഒരു രീതിയിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. വേണ്ടുന്ന അയ്യപ്പ ഭക്തർക്കും അതുപോലെ തന്നെ പാല്, പത്രം, ആശുപത്രി സൗകര്യങ്ങൾ, മെഡിക്കൽ സ്റ്റോറുകളൊക്കെ തന്നെ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ നേതാക്കൾ പറഞ്ഞിരുന്നു. ഒപ്പം തുറന്ന് പ്രവർത്തിക്കുന്ന കടകളെ നിർബന്ധിച്ചാരും അടക്കില്ല എന്നുള്ളൊരു കാര്യവും പറഞ്ഞു. എന്നാൽ അവരോട് അഭ്യർത്ഥിക്കും, കൃത്യമായി തന്നെ ഇതിനോട് സഹകരിക്കണമെന്നുള്ള അഭ്യർത്ഥിക്കും. അത് അനുസരിച്ചില്ലെങ്കിൽ ഒരു രീതിയിലുള്ള ആക്രോശവും തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യവും അദ്ദേഹം പറഞ്ഞു വെച്ചു. എന്തായാലും തിരുവനന്തപുരത്ത് നമുക്ക് പൊതുവെ പണിമുടക്ക് ആരംഭിച്ച് ഒരു 7 മണിക്കൂർ പിന്നിടുമ്പോൾ വലിയ രീതിയിൽ ജനങ്ങൾ പണിമുടക്കിനെ ഏറ്റെടുത്തു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഒരു വാഹനങ്ങൾ പോലും നിരത്തിലില്ല. യാതൊരു രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടും ജനങ്ങൾക്ക് ഉണ്ടാക്കാത്ത രീതിയിൽ പണിമുടക്ക് മുന്നോട്ട് തന്നെ കൊണ്ടുപോവുകയാണ്. ഇനി വരും സമയങ്ങളിൽ മാത്രമേ നമുക്ക് മറ്റ് കടകമ്പോളങ്ങളും ആരെങ്കിലും തുറക്കുമോ, വ്യാപാരി വ്യവസായ ഏകോപന സമിതിയൊക്കെ തന്നെ കടകമ്പോളങ്ങൾ തുറന്ന് പ്രവർത്തിപ്പിക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ BJPയുടെ ഹർത്താലിനും അവർ അത്തരത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ പോലും ഒരു കടകമ്പോളങ്ങളും അവർ തുറക്കാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ്. എന്നാൽ പോലീസ് കൃത്യമായി തന്നെ ഒരു സുരക്ഷ ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജില്ലയിൽ പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ DGP കൃത്യമായി തന്നെ ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ഒരു പോലീസ് സുരക്ഷ തന്നെയാണ് സംസ്ഥാനത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസ് ജംഗ്ഷനുകളെല്ലാം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയൊരു ബന്ദോബസ്ത് തന്നെയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെ നേതാക്കൾ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും പോലീസ് ഒരു മുൻകരുതൽ എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. അനുശ്രീ, തലസ്ഥാനത്ത് നിന്നും റീനു ആണ് വിവരങ്ങൾ നൽകിയത്. ഇനി മധ്യ കേരളത്തിൽ നിന്നും വിഷ്ണു കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, 20 കോടിയിലേറെ സാധാരണക്കാരായ തൊഴിലാളികൾ അണിനിരക്കുന്ന പണിമുടക്കാണ് പുരോഗമിക്കുന്നത്. വിവരങ്ങൾ. അനുശ്രീ, നമുക്കറിയാൻ കഴിയുന്നത് പോലെ തന്നെ മധ്യ കേരളം എല്ലാവിധ വ്യവസായങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ തരം തൊഴിലാളികളും ജോലി ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ്. നമുക്കറിയാം, എറണാകുളം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കപ്പൽശാലകൾ, എണ്ണ ശുദ്ധീകരണശാലകൾ, FACT, മറ്റനുബന്ധ വ്യവസായങ്ങൾ തുടങ്ങി നിരവധി വ്യവസായങ്ങളാണ് കൊച്ചി മെട്രോ നഗരത്തിൽ ഉള്ളത്. ഇവിടങ്ങളിലെല്ലാം തന്നെ ഇന്ന് പണിമുടക്ക് വലിയ തോതിൽ പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലെല്ലാം തന്നെ തൊഴിലാളികൾ എത്തുന്നില്ല. പൊതുഗതാഗത രംഗം സ്തംഭിച്ചിരിക്കുന്നു. KSRTC സ്റ്റാൻഡിലും ആളില്ല. അവിടെയും KSRTC സർവീസുകൾ നടത്തുന്നില്ല. ജനങ്ങൾ സ്വമേധയാ ഈ ഒരു പണിമുടക്കിനോട് പൂർണ്ണമായും സഹകരിക്കുന്ന ഒരു കാഴ്ചയാണ് എറണാകുളം ജില്ലയിൽ നിന്നുള്ളത്. നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ എല്ലാ തരത്തിലുള്ള തൊഴിലാളികളുമുണ്ട്. ഈ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ 12ന് പട്ടിക അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് 2 പതിറ്റാണ്ടിന് ശേഷം ഒരു 48 മണിക്കൂർ പണിമുടക്ക് നടക്കുന്നത്. അതിനോട് യാതൊരു ബാഹ്യ സമ്മർദ്ദങ്ങളും ഇല്ലാതെ തന്നെ എല്ലാ തരത്തിലും അനുകൂല നിലപാടാണ് തൊഴിലാളി സംഘടനകളും തൊഴിലാളികളും സ്വീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് ജില്ലകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇടുക്കി ജില്ല പ്രധാനമായും തോട്ടമേഖലയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇവിടങ്ങളിലെല്ലാം തന്നെ തോട്ടമേഖലയിൽ വലിയ രീതിയിലുള്ള തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. അവിടങ്ങളിലെല്ലാം തന്നെ ഇന്ന് തൊഴിലാളികൾ എത്തിയിട്ടില്ല. അവിടെയും പണിമുടക്ക് പൂർണ്ണമാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ കർഷകരായിരുന്നു മോദി സർക്കാരിന് ഏറ്റവും അധികം തലവേദന സൃഷ്ടിച്ചതും മോദി സർക്കാർ ഏറ്റവും അധികം അവഗണിച്ച വിഭാഗവും ഈ കർഷകർ തന്നെയായിരുന്നു. ഇന്ത്യ സാക്ഷ്യം വഹിച്ച കർഷക മാർച്ച് ഉൾപ്പെടെയുള്ളതിന് ശേഷം മോദി സർക്കാരിന് ലഭിക്കുന്ന അടുത്ത താക്കീത് കൂടിയാണ് 20 കോടി ജനങ്ങൾ പങ്കെടുക്കുന്ന ഈ രാജ്യവ്യാപക പണിമുടക്ക്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ ഒരു കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വ്യക്തമായ പ്രതിഫലനം ഈ ഒരു പണിമുടക്ക് ദിവസവും തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അവർ പണിമുടക്കിനോട് പൂർണ്ണമായും ഐക്യപ്പെട്ട് കഴിഞ്ഞു. അതുപോലെ നമുക്ക് പരിഗണിക്കുകയാണെങ്കിൽ ആലപ്പുഴ പരമ്പരാഗത വ്യവസായങ്ങളാണ് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ ജില്ലയുടെ നട്ടെല്ല് എന്ന് പറയുന്നത്. ആ വ്യവസായങ്ങളിലും ഇക്കണക്കിന് അസംഘടിതരായും സംഘടിതരായും നിരവധി തൊഴിലാളികളാണ് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെയും പാടെ അവഗണിച്ചുകൊണ്ട്
അല്ലെങ്കിൽ അവരുടെ ക്ഷേമകാര്യങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു അവഗണന കാണിച്ചുകൊണ്ടാണ് ഈ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാനാകില്ല എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് പരമ്പരാഗത വ്യവസായങ്ങളും ഇന്ന് ഈ പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് അവിടെയും പണിമുടക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 7 മണിക്കൂറുകൾ ഈ 48 മണിക്കൂർ പണിമുടക്ക് പ്രഖ്യാപിച്ച് ആദ്യ 7 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ സർവ്വമേഖലയും സ്തംഭിച്ചുകൊണ്ടാണ് പണിമുടക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടൂറിസം മേഖലയെ പണിമുടക്ക് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഒരു കടയോ അല്ലെങ്കിൽ മറ്റു വ്യവസായങ്ങളോ ഇത്തരത്തിലുള്ള പണിമുടക്ക് അത് സമരമായി അനുകൂലിക്കുന്നവർ അത് തടസ്സപ്പെടുത്തില്ല, ജോലിക്ക് പോകുന്നവരെ തടസ്സപ്പെടുത്തില്ല എന്നവർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും പോലീസും അതിന് വേണ്ട ജാഗ്രത നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വലിയ രീതിയിൽ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം, ആളുകളെ നിർബന്ധിക്കാതെ തന്നെ ഈ ഒരു പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ മധ്യ കേരളത്തിൽ നിന്നുള്ളത്. അക്ഷരനഗരമായ കോട്ടയവും അതുപോലെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലും പൊതുഗതാഗതം പാടെ സ്തംഭിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. ഇവിടങ്ങളിലെല്ലാം തന്നെ ഈ ഒരു KSRTC സർവീസുകൾ ഉൾപ്പെടെയുള്ളവ അല്ലെങ്കിൽ ഓട്ടോ ടാക്സി സർവീസുകൾ ഉൾപ്പെടെയുള്ളവയെ ഈ ഒരു പണിമുടക്ക് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിലെ ഓഫീസുകളിലെ ഹാജർ നിലയും ഇന്ന് വലിയ രീതിയിൽ കുറയും. കൂടാതെ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ആളുകളും ഈ ഒരു പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് വഴി ഈ ഒരു പണിമുടക്ക് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് മധ്യ കേരളത്തിൽ നിന്നുള്ളത്. എന്തായാലും 48 മണിക്കൂറിലെ ആദ്യ 7 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ സ്വകാര്യ വാഹനങ്ങൾ ഒഴികെ മറ്റ് ടാക്സി വാഹനങ്ങളോ അല്ലെങ്കിൽ ബസ്സുകളോ സർവീസ് നടത്തുന്നില്ല. സ്വകാര്യ വാഹനങ്ങൾ പോകുന്നതിന് എവിടെയും സമരാനുകൂലികൾ തടസ്സപ്പെടുത്തുന്നില്ല. എന്തായാലും വലിയ രീതിയിൽ ശാന്തമായി തന്നെ ഏക മനസ്സോടുകൂടി ഈ ഒരു പണിമുടക്ക് വിജയിപ്പിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് മധ്യ കേരളത്തിൽ നിന്നുള്ളത്. അനുശ്രീ, മധ്യ കേരളത്തിൽ നിന്നും വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. മലബാർ മേഖലയിലും പണിമുടക്ക് പൂർണ്ണമാണ്. KSRTCയും സ്വകാര്യ വാഹനങ്ങളും അടക്കം സർവീസ് നടത്തിയില്ല. ലതീഷ് കൂടി ചേർന്നുണ്ട് വിവരങ്ങളുമായി. ലതീഷ്, BMS ഒഴികെയുള്ള സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിലാണ് ദേശീയ പണിമുടക്ക് പുരോഗമിക്കുന്നത്. ആദ്യ 7 മണിക്കൂർ പിന്നിടുമ്പോൾ മലബാറിൽ പണിമുടക്ക് പൂർണ്ണമാണെന്ന് തന്നെ പറയാം. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് ഇതിനകം നിരത്തിലിറങ്ങിയത്. KSRTCയോ സ്വകാര്യ ബസ്സുകളോ ഇതുവരെ സർവീസ് നടത്തിയിട്ടില്ല. സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും വിവിധ കേന്ദ്രങ്ങളിൽ പണിമുടക്കിയ തൊഴിലാളികൾ പ്രകടനവും അതേപോലെ തന്നെ പൊതുയോഗവും സത്യാഗ്രഹവും ഉൾപ്പെടെയുള്ള സമരപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ ട്രെയിനുകൾ തടയുമെന്ന് ട്രേഡ് യൂണിയൻ നേതൃത്വത്തിലുള്ള സംഘടനകൾ ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ 4 ഇടങ്ങളിൽ ട്രെയിൻ തടയുമെന്നാണ് സമരസമിതി അറിയിച്ചിരിക്കുന്നത്. കോഴിക്കോട്ടാണ് ട്രെയിൻ തടയുക എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം പാലക്കാടും അതേപോലെ തന്നെ ഷൊർണൂർ ജംഗ്ഷനിലും ട്രെയിനുകൾ തടയുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും 8 മണിക്ക് ശേഷമായിരിക്കും മലബാർ മേഖലയിൽ ട്രെയിൻ തടയൽ ഉണ്ടാവുക എന്നാണ് ട്രേഡ് യൂണിയൻ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. അധ്യാപകരും ജീവനക്കാരും ഇന്നത്തെ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. അധ്യാപകരും ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കുന്നതോടെ സ്കൂളുകളുടെയും അതേപോലെ തന്നെ സർക്കാർ ഓഫീസുകളുടെയും പ്രവർത്തനം സ്തംഭിക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഹാജർ നില സംബന്ധിച്ച് 10 മണിക്ക് ശേഷം മാത്രമേ ഒരു വ്യക്തമായ കണക്ക് നമുക്ക് ലഭ്യമാവുകയുള്ളൂ. കോഴിക്കോട് ഉൾപ്പെടെ വ്യാപാരികൾ കടകൾ തുറന്നു പ്രവർത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കഴിഞ്ഞ 1-2 മാസങ്ങൾക്കിടയിൽ നിരവധി ഹർത്താലുകൾ നടന്നതിനാൽ കടകൾ അടച്ചിടാൻ കഴിയില്ല എന്നതാണ് വ്യാപാരി സംഘടനകളുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രത്യേകിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നിലപാട്. പണിമുടക്കിനോട് ഐക്യപ്പെടുന്നുണ്ട് എങ്കിലും കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ തുറന്ന് പ്രവർത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ തൊഴിലാളികൾക്ക് പണിമുടക്കാനുള്ള അവകാശമുണ്ട്. പണിമുടക്കുന്ന തൊഴിലാളികൾക്കെതിരെ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകില്ല എന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി അറിയിച്ചിട്ടുണ്ട്. 9 മണിയോടുകൂടിയായിരിക്കും കടകൾ തുറക്കുക. എത്രത്തോളം കടകൾ തുറക്കുമെന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരം ലഭിക്കണമെങ്കിൽ എന്തായാലും നമുക്ക് 9 മണി കഴിയേണ്ടതുണ്ട്. എന്തായാലും ആദ്യ 7 മണിക്കൂർ പിന്നിടുമ്പോൾ മലബാറിൽ പണിമുടക്ക് പൂർണ്ണമാണ്. എല്ലാ വിഭാഗം ജീവനക്കാരും മോട്ടോർ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം തൊഴിലാളികളും അതേപോലെ തന്നെ ജീവനക്കാരുമാണ് ഇന്നത്തെ പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. കഞ്ചിക്കോട് വ്യവസായ മേഖല, പാലക്കാട് ജില്ലയിൽ കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ സ്തംഭനാവസ്ഥ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം വലിയ തോതിലുള്ള തൊഴിലാളികളാണ്, ഒട്ടനവധി തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവരെല്ലാം പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വയനാട്ടിലെ തോട്ടം മേഖലയും സ്തംഭിക്കാൻ തന്നെയാണ് സാധ്യത. ഇത്തരത്തിൽ സമസ്ത മേഖലയിലെയും തൊഴിലാളികൾ ഒറ്റക്കെട്ടായി സമരരംഗത്ത് ഇറങ്ങുന്ന അല്ലെങ്കിൽ പണിമുടക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ മേഖലയും ഇന്ന് സ്തംഭിക്കാൻ തന്നെയാണ് സാധ്യത.
വാർത്തകളിലേക്ക്. സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്താനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ. ഭരണഘടനയുടെ 15-16 വകുപ്പുകൾ ഭേദഗതി ചെയ്യുന്ന ബില്ലാണ് അവതരിപ്പിക്കുക. ഭരണഘടനാ ഭേദഗതി ബില്ലായതിനാൽ 3/2 ഭൂരിപക്ഷം നേടാൻ പ്രതിപക്ഷ പാർട്ടികളുമായും കേന്ദ്രം സമവായത്തിലെത്തേണ്ടി വരും. ബില്ലിനെ എതിർത്താലും ബിൽ പാസായാലും തിരിച്ചടിയാകുമെന്നതിനാൽ ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് ആവശ്യപ്പെടുകയോ റഫേൽ വിഷയം ഉന്നയിച്ച് സഭ തടസ്സപ്പെടുത്തുകയോ ചെയ്യുക എന്നതായിരിക്കും കോൺഗ്രസ് തന്ത്രം. ഇന്നലെ ചേർന്ന അടിയന്തര കേന്ദ്രമന്ത്രിസഭാ യോഗമാണ് മുന്നോക്ക ജാതികളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 10% സംവരണം ഏർപ്പെടുത്താനുള്ള തീരുമാനം കൈക്കൊണ്ടത്. ഇതിനായുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലാണ് ഇന്ന് ലോക്സഭയിലെത്തുന്നത്. കേന്ദ്ര സാമൂഹികക്ഷേമ വകുപ്പ് മന്ത്രി തവർചന്ദ് ഗെഹ്ലോട്ടാണ് ബിൽ അവതരിപ്പിക്കുക. ഭരണഘടനാ ഭേദഗതിയായതിനാൽ ബില്ല് പാസാവാൻ 3/2 ഭൂരിപക്ഷം വേണം. NDAക്ക് നിലവിൽ സഭയിൽ 3/2 അംഗസംഖ്യയില്ല. അതിനാൽ ബില്ല് പാസാക്കാൻ കേന്ദ്ര സർക്കാരിന് പ്രതിപക്ഷ പാർട്ടികളുമായി സമവായത്തിൽ എത്തേണ്ടി വരും. സഭയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ച് BJP MPമാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. ബില്ലിനെ എതിർത്താലും ബില്ല് പാസായാലും കോൺഗ്രസിന് രാഷ്ട്രീയമായി തിരിച്ചടിയുണ്ടാകും. അതിനാൽ ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് ആവശ്യപ്പെടുകയോ റഫേൽ വിഷയം ഉന്നയിച്ച് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയോ ചെയ്യുക എന്നതായിരിക്കും കോൺഗ്രസ് തന്ത്രം. ബില്ല് ലോക്സഭയിൽ പാസാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്രം. ഇത് മുന്നിൽ കണ്ടാണ് രാജ്യസഭ ഒരു ദിവസം കൂടി കേന്ദ്ര സർക്കാർ നീട്ടിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെതിരെ അലോക് വർമ്മ നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് വിധി പ്രസ്താവന നടത്തുക. മാസങ്ങളോളം നീണ്ടുനിന്ന CBI തർക്കത്തിനൊടുവിൽ ഒക്ടോബർ 23 രാത്രി അലോക് വർമ്മയെ നിർബന്ധമായി അവധിയിൽ പ്രവേശിപ്പിച്ച കേന്ദ്ര നീക്കം മോദിക്ക് തിരിച്ചടിയാകുമോ എന്നാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. ജൂലൈ മാസം മുതൽ CBIയിലെ ഉദ്യോഗസ്ഥർ തമ്മിൽ പ്രശ്നമുണ്ടായിട്ടും ഒക്ടോബർ 23 രാത്രി അലോക് വർമ്മയെ തിടുക്കത്തിൽ മാറ്റാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതെന്തിനാണെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വാദത്തിനിടെ ചോദിച്ചിരുന്നു. ഉന്നത CBI ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തർക്കം ഒരു രാത്രി കൊണ്ട് ഉണ്ടായതല്ല. പ്രധാനമന്ത്രി അധ്യക്ഷനായ ഉന്നതതല സമിതിയുമായി ആലോചിക്കാതെ എന്തടിസ്ഥാനത്തിലാണ് അലോക് വർമ്മയെ മാറ്റിയത്? കമ്മിറ്റിയുമായി കൂടിയാലോചിക്കുന്നതിൽ എന്തായിരുന്നു ബുദ്ധിമുട്ട്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ചീഫ് ജസ്റ്റിസ് കേന്ദ്ര വിജിലൻസ് കമ്മീഷന് വേണ്ടി ഹാജരായ തുഷാർ മെഹ്തയുടെ വാദത്തിനിടെ ചോദിച്ചത്. വാദഗതി പ്രകാരം നോക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് വിധി തിരിച്ചടിയാവുമെന്നാണ് അഭിഭാഷക വൃത്തങ്ങൾ പറയുന്നത്. പൊതുജനത്തിനിടയിൽ CBIക്കുമേലുള്ള വിശ്വാസം തകരാതിരിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഇത്തരമൊരു നടപടിയെടുത്തതെന്നാണ് കേന്ദ്ര സർക്കാർ വാദം. ഫെബ്രുവരി ആദ്യവാരമാണ് അലോക് വർമ്മയുടെ ഔദ്യോഗിക കാലാവധി പൂർത്തിയാവുന്നത്. സുപ്രീം കോടതി വിധി അനുകൂലമാവുകയും അലോക് വർമ്മയ്ക്ക് കാലാവധി നീട്ടി നൽകുകയും ചെയ്താൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തയ്യാറാക്കുന്ന CBI പട്ടിക താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വരും. CBI ഡയറക്ടറുടെ കാലാവധിയും നിയമവും സംബന്ധിച്ച ചട്ടങ്ങളുടെ ലംഘനമാണ് കേന്ദ്ര സർക്കാർ തീരുമാനമെന്നാണ് അലോക് വർമ്മയുടെ അഭിഭാഷകൻ ഫാലിയസ് നരിമാൻ വാദിച്ചത്. ഡയറക്ടർ സ്ഥാനത്ത് നിന്നും അലോക് വർമ്മയെ മാറ്റിയതിലൂടെ കേന്ദ്ര സർക്കാർ ചീഫ് ജസ്റ്റിസ് കൂടി അംഗമായ ഉന്നതതല സമിതിയുടെ അധികാരങ്ങളെ ചോദ്യം ചെയ്യുകയാണെന്നായിരുന്നു വാദിഭാഗത്തിന്റെ വാദം. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേരളത്തിലെ പ്രമുഖ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനമായ KLM ആക്ടിവയുടെ 20ാം വാർഷികാഘോഷങ്ങൾ കൊച്ചിയിൽ ആരംഭിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് KLM ആക്ടിവ ഫിൻവെസ്റ്റ് കേരളത്തിലെ മുൻനിര ധനകാര്യ സ്ഥാപനമായി മാറിയെന്ന് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് ഇസാഫ് ബാങ്ക് MD K പോൾ തോമസ് പറഞ്ഞു. 20 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ ഒട്ടേറെ ക്ഷേമ പദ്ധതികളാണ് KLM ആക്ടിവ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രളയബാധിതർക്ക് 20 വീടുകൾ നിർമ്മിച്ചു നൽകാനും ക്യാൻസർ രോഗികൾക്കായി ക്യാൻസേവ് ക്യാൻസർ കെയർ പദ്ധതി പ്രഖ്യാപിക്കാനും 20ാം വാർഷികാഘോഷം വേദിയായി മാറി. കമ്പനിയുടെ ഓൾ ടൈം ഡയറക്ടർ ഷിബു തെക്കുംപുറം, കമ്പനി ചെയർമാൻ ഡോക്ടർ J അലക്സാണ്ടർ, KLM ആക്ടിവ ബ്രാൻഡ് അംബാസഡർ മമത മോഹൻദാസ്, ബേബി മാത്യു സോമതീരം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.